മോശമായ പ്രവർത്തനങ്ങൾക്ക് പിടിക്കപ്പെടുന്നതും നേതൃത്വം കൊടുക്കുന്നത് വരെ നമ്മളെ ആൾക്കാരാണ്. മാധ്യമങ്ങളെടുത്ത് നോക്കിയാൽ നമുക്ക് തന്നെ വിഷമം വരും. എന്താണ് ഇതിന് കാരണം? അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാം, എല്ലാ നിലക്കും എല്ലാ അവസ്ഥയിലും ഇവിടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ട്. വിദ്യാഭ്യാസപരമായ ഇഷ്ടം പോലെ പള്ളികള്, മദ്രസകള്, കോളേജുകള്, എല്ലാ നിലക്കും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നമുക്ക് സർവത്രയും നമുക്ക് ഇത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് തന്നെ ഏറ്റവും ടോപ്പിലാണുള്ളത്. ഇനി മജ്ലിസുകളായിട്ട് പല സ്ഥലങ്ങളിൽ പല ആൾക്കാരുടെ പല പാർട്ടിക്കാരുടെ മജ്ലിസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ്. എല്ലാ നിലക്കും നമ്മൾ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ എത്തിക്കുന്ന അവസ്ഥയാണ്. സത്യത്തിൽ ഇതിനൊക്കെ ഒരു ഫലം അനുഭവിക്കുന്ന അവസ്ഥ നമുക്ക് ഉണ്ടെങ്കിൽ, നമ്മൾ ഈ നടത്തുന്ന മജ്ലിസിന്റെയും ഈ കോളേജുകളുടെയും ഈ മദ്രസകളുടെയൊക്കെ ഫലം നമ്മൾ അനുഭവിക്കുകയാണെങ്കിൽ, ഇവിടെ ഇസ്ലാമിന്റെ ഒരു എന്താ പറയാ, ഒരു പൂർണ്ണ അവസ്ഥ ഇവിടെ കാണാമായിരുന്നു. മറ്റു നാട്ടിലൊന്നും അങ്ങനെ ഇല്ല. വളരെ പ്രയാസപ്പെട്ട അവസ്ഥ മറ്റു നാട്ടുകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഠിക്കാൻ സൗകര്യമില്ല, പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് സൗകര്യമില്ല, പഠിക്കാൻ സൗകര്യമുള്ളവർക്ക് ആൾക്കാരില്ല, കൂട്ടായ്മകളില്ല, ഒന്നുമില്ല. ഇവിടെ കൂട്ടായ്മകളുണ്ട്, രാഷ്ട്രീയമായും മതപരമായിട്ടും കൂട്ടായ്മകളുണ്ട്, നേതൃത്വമുണ്ട്, ഒക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തരുന്ന മഹത്തായ ഒരു അനുഗ്രഹം തന്നെയാണിത്. പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോ നമ്മുടെ സംസ്കാരം അത്ര കണ്ട് വളർന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇത്രയും കോളേജുകളില്, ഇത്രയും മദ്രസകളിലൊക്കെ കുട്ടികൾ ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ കുട്ടികൾ പഠിക്കുന്ന വീടുകളിലെ സാഹചര്യം നമ്മൾ പഠിച്ചു നോക്കുമ്പോ അതേപോലെയല്ല നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഈ സീരിയലുകളും അതുപോലെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ വിജയിപ്പിക്കുന്നതും നമ്മളെ മുമ്പ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ മോശമായ പ്രവർത്തനങ്ങൾക്ക് പിടിക്കപ്പെടുന്നതും നേതൃത്വം കൊടുക്കുന്നത് വരെ നമ്മളെ ആൾക്കാരാണ്. മാധ്യമങ്ങളെടുത്ത് നോക്കിയാൽ നമുക്ക് തന്നെ വിഷമം വരും. എന്താണ് ഇതിന് കാരണം?